സന്തോഷത്തിന്റെ ദിനമാണ്. നമുക്കറിയാം, ഒരു ചരിത്ര സംഭവമുണ്ട് ഇന്നിവിടെ പൂവണിയുന്നത്. 2 ഘട്ടങ്ങളായി 2019 തുടങ്ങി വെച്ച ഒരു സംരംഭം ഇന്ന് പൂർത്തീകരിക്കുമ്പോൾ കോർപ്പറേഷൻ ഒരു ചരിത്ര നിമിഷത്തിൽ കൂടി കടന്നു പോകുന്നു. നമ്മൾ മനസ്സിലാക്കണം, തുടക്കത്തിലുണ്ടായ ഇത് മുന്നോട്ട് നയിക്കാനുണ്ടായ പ്രതിസന്ധിയെക്കുറിച്ച് ഞാൻ ആലോചിക്കുന്നു. നമുക്കറിയാം, ഇങ്ങനെ ഒരു സംരംഭം കൊണ്ടുവരുമ്പോൾ എന്നെ പിന്നോക്കം നയിച്ച, എന്റെ കൂടെ നിൽക്കുന്ന എന്റെ പ്രതിപക്ഷ നേതാക്കൾ അല്ലെങ്കിൽ പ്രതിപക്ഷ അംഗങ്ങൾ എന്നോട് പറഞ്ഞത് ഞാനിപ്പോൾ ഓർക്കുക. ഈ കാണുന്ന സംരംഭം ഓണത്തിന് കായക്കുല കെട്ടിനാട്ടാനാണ് എന്ന് പറഞ്ഞത് ഞാൻ ഒരിക്കലും മറക്കില്ല. അതുപോലെ തന്നെ കാക്കയ്ക്ക് കാർഷിക്കാനുള്ളതാണ് എന്ന് പറഞ്ഞവരും ഞാൻ മറക്കുന്നില്ല. അതൊക്കെ അവരുടെ കാഴ്ചപ്പാടാണ്. എന്റെ കാഴ്ചപ്പാട് അങ്ങനെയല്ല. അങ്ങനെ ആരെങ്കിലും പിന്നിൽ നിന്ന് പിൻവലിച്ചാൽ പോകുന്ന ചരിത്രമല്ല തൃശ്ശൂരിന്റെ എന്നുള്ളത് അവരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ മനസ്സിലാക്കണം, ഇങ്ങനെയുള്ള ഒരു സംരംഭം തുടങ്ങി വെച്ച് ഇതുമായി ബന്ധപ്പെട്ട് ഇതിനോട് എത്തിച്ചേർന്നിരിക്കുന്ന താരാമേളം അടക്കം ഇത് അംഗീകരിച്ച് ഞങ്ങൾ അവാർഡ് സമർപ്പിച്ച ആൾക്കാർ, അവാർഡ് ലഭിച്ചിട്ടുള്ള ഇന്ത്യയിൽ ഇതുപോലെ ഒരു സംരംഭം ഇല്ല എന്ന് ബോധ്യപ്പെടുത്തുകയും മറ്റു കോർപ്പറേഷനും പഞ്ചായത്തുകൾക്കൊക്കെ മാതൃകയാവും വിധം ഇത് നിലനിർത്തി മറ്റു സ്ഥലങ്ങളിലേക്കും ഇത് മാറ്റണം എന്ന് പ്രതീക്ഷിക്കുന്ന ഒരു വലിയ സംരംഭം ഒരു വിഭാഗം ആൾക്കാർ നമ്മുടെ ഇവിടെ ഉണ്ട്. ഞാൻ ആലോചിക്കുകയായിരുന്നു, ഇതിനാകെ കൂടി നമുക്ക് ചെലവ് വന്നിട്ടുള്ള ഏകദേശം 11 കോടി രൂപയാണ്. നമുക്കൊരു ഉദ്ദേശ ലക്ഷ്യമുണ്ട്. നമ്മുടെ ലക്ഷ്യം എന്താണ്? ഇവിടെ സർവേ നടത്തി. നമ്മൾ ഈ പറയുന്ന ശക്തൻ തമ്പുരാന്റെ സർവേ, ശക്തൻ തമ്പുരാൻ മാർക്കറ്റിനകത്തൊരു സർവേ നടത്തി. ഈ സർവേ നടത്തുമ്പോൾ ഏറ്റവും കൂടുതൽ അപകടങ്ങൾ നടക്കുന്ന സ്ഥലം ഇതാണ്. നമുക്കറിയാം, ഇവിടെ ഓരോരുത്തരും നെഞ്ചത്തിൽ കൈ വെച്ചുകൊണ്ടാണ് ഈ മാർക്കറ്റിൽ നിന്ന് നേരെ ഓടി ബസ് സ്റ്റാൻഡിലേക്ക് ഓടും. അതുപോലെ തന്നെ മത്സ്യ മാർക്കറ്റിൽ ഇതുപോലെ തന്നെ ബസ് കാത്തു നിൽക്കുന്ന ഒരു ഓട് കാണുമ്പോൾ നെഞ്ചിൽ കൈ വെച്ചിട്ട് നമ്മളൊക്കെ നോക്കി നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. എത്രയോ അപകടങ്ങൾ ഇവിടെ ഉണ്ടായി. അതിൻ്റെ ഒരു സർവേ നടത്തി. ഒപ്പം തന്നെ ഈ മാർക്കറ്റിനകത്ത് എത്ര പേര് വരുന്നുണ്ടെന്ന് ഞങ്ങൾ സർവേ നടത്തി. ഏകദേശം 50,000-ഓളം ആൾക്കാർ ഈ മാർക്കറ്റിനകത്ത് വന്നു പോകുന്നുണ്ട്. അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ ഒരു സംരംഭം, അപകടരഹിതമായ ഒരു ശക്തനെ സ്വപ്നം കണ്ടുകൊണ്ടാണ് നമ്മൾ ഈ പ്രവൃത്തി ഇവിടെ ചെയ്തത്. അങ്ങനെ ഈ പ്രവൃത്തി ഇവിടെ നടക്കുമ്പോൾ നമ്മൾ ചിന്തിക്കണം, മനുഷ്യന് വില കൽപ്പിക്കുന്നു. മനുഷ്യൻ ഒരിക്കലും തന്നെ അപകടത്തിൽ പെടാതിരിക്കാൻ വേണ്ടിയുള്ള സംരംഭമായി ഇത് മാറിക്കഴിഞ്ഞു. ഇതിനകത്ത് നമ്മൾ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? മറ്റു വികസിത രാജ്യങ്ങളിൽ ഉള്ളതുപോലെ തന്നെയാണ്. ഇതിനെ 4 ലിഫ്റ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. പൂർണ്ണമായി ശീതീകരിച്ചതാണ്. മറ്റൊരു പ്രവൃത്തി, ഇത് സോളാറിൽ പ്രവർത്തിക്കുന്നതാണ്. സോളാറിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഒരു സ്കൈ വാക്ക് ഏതെന്ന് ചോദിച്ചാൽ അത് തൃശ്ശൂരിലാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മുടെ ഇന്നത്തെ വിമാനത്താവളം അതും ചരിത്ര സംഭവമാണ്. ലോകത്തിന് തന്നെ മാതൃകയായ ഏക സോളാറിൽ നിലനിൽക്കുന്ന ഒരു വിമാനത്താവളമാണ് നെടുമ്പശ്ശേരിയിലുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ഇതാ. അപ്പൊ നമ്മൾ ഒരു പിന്നിലല്ല. പുരോഗതി എന്ന് പറയുന്നത് മറ്റ് വികസിത രാജ്യങ്ങളിൽ ഉള്ളതുപോലെ നമ്മളൊക്കെ എത്തിച്ചേരണം. നമുക്കറിയാം, നമ്മുടെ മലയാളികളെയൊക്കെ പഠിപ്പിക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ്. കാരണം അവർ തൊട്ട് വിശ്വസിക്കുന്നവരാണ്. അപ്പൊ നമുക്കറിയാം, ഇത് തന്നെ സ്ഥാപിക്കുമ്പോൾ പല അഭിപ്രായങ്ങളുണ്ട്. പക്ഷെ നമ്മൾ ചിന്തിക്കുന്ന ഒന്ന് മാത്രമാണ്, അപകടമുണ്ടാകരുത്. അങ്ങനെ നമ്മൾ ഇതിൽ 20 CCTVകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഒരു തരത്തിലും ബുദ്ധിമുട്ടുണ്ടാകാതെ, ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകാതിരിക്കാനുള്ള CCTVകൾ സ്ഥാപിച്ചു. അതുപോലെ തന്നെ നടന്നു കയറേണ്ടവർക്ക് നടന്നു കയറുന്ന വിധത്തിലുള്ള സീഡികൾ വെച്ചു. ഇനി ഇത് മൊത്തമായി തൃശ്ശൂർക്കാർക്ക് സമർപ്പിക്കാൻ പോവാം. അതിനുവേണ്ടിയാണ് ബഹുമാനായ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയോട് എത്തിയിരിക്കുന്നത്. പല സമയങ്ങളും അദ്ദേഹത്തിനോട് ഞങ്ങൾ സമയം ചോദിച്ച് അദ്ദേഹത്തിന്റെ സമയം ലഭിക്കുന്ന മുറയ്ക്കാണ് ഇന്ന് നമ്മൾ ഈ പ്രവൃത്തി നടത്തുന്നത്. നഗരപിതാവ് തൃശ്ശൂരത്തെ ആകർഷിക്കുന്ന നഗരമാണ് തൃശ്ശൂർ നഗരം. പരിഹാസങ്ങളെയും വിമർശനങ്ങളെയും എല്ലാം നേരിട്ടാണ് പറഞ്ഞ കാര്യം ഇപ്പോൾ നടപ്പാക്കിയിട്ടുള്ളത്. വിമർശനവും പരിഹാസവും വന്നതിൽ അത്ഭുതമില്ല. കാരണം കേരളത്തിൽ തന്നെ വേറെ ചിലയിടത്ത് ആകാശപാത വർഷങ്ങളായി ആകാശത്ത് വഴിവിട്ട് നിൽക്കുന്ന അനുഭവമുണ്ട്.
ആകാശത്ത് വഴിവിട്ട് നിൽക്കുന്നുണ്ട്. സ്ഥലമൊന്നും ഞാൻ പറയുന്നില്ല. അപ്പൊ ആ അനുഭവം ഉള്ളത് കൊണ്ടായിരിക്കും ഇവിടെയും ചിലരൊക്കെ പരിഹസിക്കാനും കുറ്റപ്പെടുത്താനും ഒക്കെ മുന്നോട്ട് വന്നത്. എന്തായാലും ഇവിടെ അത് യാഥാർത്ഥ്യമായിരിക്കും. ഇത് തൃശ്ശൂർ നഗരത്തിന്റെ തന്നെ ഒരു മുഖച്ഛായ മാറ്റും. തൃശ്ശൂർ നഗരത്തിലേക്ക് ഇതിപ്പോ ആളുകൾക്ക് റോഡ് മുറിച്ച് നടക്കാൻ വേണ്ടിയാണ്. പക്ഷെ കുറച്ചു കാലത്തേക്കെങ്കിലും പല ഭാഗത്തു നിന്നും ആളുകൾ വരും. റോഡ് മുറിച്ചു കിടക്കാനല്ല, ഈ ആകാശപാതയുടെ ഒരു അനുഭവം എന്താണ് എന്ന് മനസ്സിലാക്കാൻ. അത് ആളുകളെ സംബന്ധിച്ചൊരു വലിയ കൗതുകമായിരിക്കും ഇത്. വളരെ മനോഹരമായി തന്നെ ഇതിന്റെ പണി പൂർത്തിയാക്കിയിരിക്കുന്നു. സൂക്ഷ്മമായ കാര്യങ്ങളിൽ വരെ ശ്രദ്ധ പുലർത്തിയിട്ടുണ്ട്. അതിന്റെ ഏറ്റവും ശ്രദ്ധേയമായൊരു കാര്യം, ഇതിനാവശ്യമായിട്ടുള്ള വൈദ്യുതി മുഴുവൻ സോളറിലൂടെ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. അത് വളരെ അഭിനന്ദനാർഹമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ മുകളിൽ മുഴുവൻ സോളർ പാനൽ സ്ഥാപിച്ചിരിക്കുകയാണ്. അതിലൂടെയാണ് ഊർജാവശ്യങ്ങൾ മുഴുവൻ നിറവേറ്റുന്നത്.